This news is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ചെറുപുഴ ആർക്കേഞ്ചൽ സീനിയർ സെക്കൻഡറി സ്കൂളും ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളും ചെറുപുഴ ജനമൈത്രി പോലീസും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിലും ലഹരിക്കെതിരെ ശക്തമായ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ബെന്നി സാർ സ്വാഗതം ആശംസിച്ചു. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ CI ജോബിൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചടങ്ങിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയും ചെയ്തു. ലഹരിയുടെ വിപത്തുകളെക്കുറിച്ച് വിദ്യാർത്ഥിയായ ശ്വാൻ ബിനോയ് പ്രഭാഷണം നടത്തി. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SPCO KC രതീഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ദിനാചരണത്തിന്റെ ഭാഗമായി ടൗണിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സ്കിറ്റും ഫ്ലാഷ് മോബും ജനശ്രദ്ധയാകർഷിച്ചു. സേ നോ ടു ഡ്രഗ്സ് എന്ന പ്ലക്കാർഡുകളും ബാനറുകളുമേന്തി നിരവധി വിദ്യാർത്ഥികളാണ് റാലിയിൽ അണിനിരുന്നത്. ചടങ്ങിന് ആൻസലിൻ ജോഫിൻ നന്ദി രേഖപ്പെടുത്തി. തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം ലഹരിയിൽ വീഴാതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരി വിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. നമുക്കറിയാം, മാനവരാശിക്ക് നടക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി. ലഹരി എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനെയും മൊത്തം തകർക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതിനെതിരെ 1978 ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെ ഉള്ള ക്യാമ്പയിൻ നടത്തുന്നതിനും ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, വലിപ്പ വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ ലഹരി ആൾക്കാരെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് വരുന്ന വാർത്തകൾ നമുക്കറിയാം. അതുകൊണ്ട് വളരെ അഭിമാനം തോന്നി. നമ്മുടെ പോലീസ് സേനയെക്കുറിച്ചുള്ള അഭിമാനം നമുക്ക് വളർത്താൻ അദ്ദേഹം സഹായിച്ചു. ഓക്കെ, നമ്മുടെ മുമ്പിൽ 2 ചോയ്സാണ് ഉള്ളത്. ഒന്നുകിൽ തെരുവിൽ തല്ലുകൂടുന്ന ആർക്കും വേണ്ടാത്ത ഉപദ്രവകാരികളായിട്ടുള്ള വ്യക്തികളായിട്ട് മാറണോ, അതോ രാജ്യത്തെ ജനങ്ങളെയും സേവിക്കുന്ന പൗരബോധം ജനങ്ങളിൽ വളർത്തുന്ന സമാധാനത്തോടെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്ന നല്ല പൗരന്മാരായി ജീവിക്കണോ? ഇതിൽ നമ്മളെ സംബന്ധിച്ച് തർക്കമില്ല. നമ്മളിത് കൊടുക്കുന്ന മെസ്സേജ് ഈ സമൂഹത്തിലുള്ള മെസ്സേജാണ്. നമ്മുടെ മുമ്പിലുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരെല്ലാവരും നമുക്ക് വേണ്ടി ഉത്തമമായ സേവനം അനുഷ്ഠിക്കുന്നവരാണ്. To all of you. Today we have all gathered here to observe the International Day Against Drug Abuse and Illicit Trafficking. Today is a very important day for all of us, especially for the children and youth of our country. The theme for this year is the World Drug Problem. ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തൊട്ടുക്കും വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും റാലികളും മറ്റ് പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ക്യാമ്പയിൻ്റെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ. അത് നമ്മൾ ആരംഭിച്ചിട്ട് ഏകദേശം ഈ സ്കൂൾ തുറന്ന കാലഘട്ടം മുതൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരക വിപത്തായ ഒരു ക്യാൻസറായ ലഹരിക്കെതിരെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ വരുന്ന ഒരു തലമുറയെ ഈ വിപത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
അതിവിപുലമായ ഒരു പരിപാടിയുമായിട്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വിവിധ ബോധവൽക്കരണ പരിപാടികൾ, അത് ഫ്ലാഷ് മോബായാലും അവയർനെസ് ക്ലാസ്സുകളായാലും നാടകങ്ങളായാലും പോസ്റ്ററുകൾ രചിക്കുന്നതായാലും വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. By Archangel School, Kannikalam. First and foremost, I would like to express my sincere gratitude towards Mr. Joby sir, the police officer of Cherpura, and Mr. Radish sir for gracing this event, administering the anti-drug pledge and flagging of the rally. Sir, your inspired words and encouragement have strengthened us and our commitment to make a society drug-free. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.